ഹായ് ഹലോ വെൽക്കം മക്കളെ, എല്ലാവർക്കും സ്കൂളിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് യദു. എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. യെസ്, വെക്കേഷൻസ് കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ. നിങ്ങളുടെ അക്കാഡമിക്സ് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്കൂൾസൊക്കെ റീ ഓപ്പൺ ചെയ്യാൻ പോവാണ്. എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ. ആൻഡ് സെവൻത്തിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയുണ്ട്. എന്താണ്? യെസ്, നിങ്ങളുടെ സയൻസിലെ ടെക്സ്റ്റ് ബുക്ക് മാറി. ഓക്കെ, പുതിയ ഒരു ടെക്സ്റ്റ് ബുക്ക് NCERT റിലീസ് ചെയ്തിട്ടുണ്ട്. കുറേ പേരൊക്കെ ടെക്സ്റ്റ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് NCERTയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് PDF ഫോർമാറ്റിലെ ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് അതിലൂടെ ഒക്കെ ഒന്ന് പോവുക. അടിപൊളി ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് ബുക്കിലൂടെ ഒക്കെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇപ്രാവശ്യം NCERT ആ ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറേ ഇൻഫോഗ്രാഫിക്സ് ഒക്കെ വെച്ച് എന്താണ്, യെസ്, ഒരു കോമിക് ബുക്ക് വായിക്കുന്ന ആ ഒരു ഫീലോട് കൂടിയിട്ട് വായിച്ചിരിക്കാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റാണ് ഇപ്രാവശ്യം NCERT റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, സയൻസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇങ്ങനെയൊക്കെ നമ്മൾ NCERTനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടി പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്, നമ്മൾ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഡ്രീംസ് ട്രാൻസ്ഫോംസ് ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു കോട്ടാണ്. എന്താ, നിങ്ങൾ സ്വപ്നം കാണുക ആൻഡ് ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. സോ എല്ലാവരും സ്വപ്നം കാണുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. നിങ്ങൾ ഒരു നാൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കേടാ മക്കളെ. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. പുതിയ NCERT അല്ല, പുതിയ അക്കാഡമിക് ഇയറിൽ NCERT എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് റിലീസ് ചെയ്ത് തന്നിട്ടുണ്ട്. സയൻസിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഇൻ്റർഫേസ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇൻ്റർഫേസ്. ക്യൂരിയോസിറ്റി എന്നാണ് NCERT അതിൻ്റെ നെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ നെയിം എന്തുകൊണ്ടും എന്താണ്, യെസ്, എന്താ പറയുക, നമ്മൾ 100% ഈ നെയിമിനോട് നീതി പുലർത്തിയ ഒരു ടെക്സ്റ്റായിട്ട് എനിക്ക് തോന്നി. കാരണം ഓരോരോ പേജ് മറയ്ക്കുമ്പോഴും ഈ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അടുത്ത പേജിൽ എന്താണ്, അടുത്ത പേജ് എത്രത്തോളം കളർഫുള്ളാണ്, ആൻഡ് അടുത്ത പേജിൽ എങ്ങനത്തെ പിക്ചേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനത്തെ ഇൻഫോഗ്രാഫിക്സ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ആകാംക്ഷ എപ്പോഴും നമുക്ക് ഓരോരോ പേജ് മറയ്ക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പം ഈ ഒരു നെയിമിനോട് എന്താ പറയുക, ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. കണ്ടവർക്ക് അറിയാം അല്ലേ? യെസ്, ഒരു എന്താ പറയുക, ഒരു കോമിക് ബുക്ക് പോലെയൊക്കെയാണ് അവർ അതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, കാണാത്തവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട്, ഓക്കെ, NCERTയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലൂടെ ഒക്കെ ഒന്ന് പോയി നോക്കി നോക്കുക. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്? സയൻസിൽ നമുക്ക് മൊത്തം 12 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എവർ ഇവോൾവിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള, കേട്ടിരിക്കാനൊക്കെ രസമുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ എക്സ്പ്ലോറിങ് സബ്സ്റ്റൻസസ്, ആസിഡ്, ബേസ് ആൻഡ് ന്യൂട്രൽസ് എന്ന് പറയുന്ന എന്താണ്, യെസ്, നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുകൾ. ഓക്കെ, 8th സ്റ്റാൻഡേർഡിലെ 9th സ്റ്റാൻഡേർഡിലൊക്കെ ഈ ടോപ്പിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ അതിൻ്റെ ഒരു ബേസ് ആണ് ശരിക്കും എന്താ ഈ ചാപ്റ്റർ 7th കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാതും എന്താണ്, ഹയർ ക്ലാസ്സസിൻ്റെ ബേസ് ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത്, ഫൗണ്ടേഷൻ. അപ്പോൾ ഫൗണ്ടേഷൻ സെറ്റാക്കി പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഫൗണ്ടേഷൻ സെറ്റാക്കിയിട്ടുണ്ടെച്ചാൽ നമ്മൾ എത്ര ഹയർ ക്ലാസ്സസിലോട്ട് പോയാലും നമുക്ക് എന്തായിരിക്കും, എല്ലാം സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് തേർഡ് ചാപ്റ്റർ നോക്കിയേ, ഇലക്ട്രിസിറ്റി, സർക്യൂട്ട്സ് ആൻഡ് ദയർ കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. സിമ്പിൾ ആണ്. ഓക്കെ, ചേഞ്ചസ് അറൗണ്ട് അസ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റും. അതിന് മുന്നേ ഫോർത്ത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തില്ല അല്ലേ? യെസ്, ദ വേൾഡ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഓക്കെ, മെറ്റൽസും നോൺ മെറ്റൽസിനെ പറ്റിയിട്ട് പറയുന്ന ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ആണ് ചേഞ്ചസ് അറൗണ്ട് അസ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ.
ഓക്കെ, നമ്മളുടെ ചുറ്റും നടക്കുന്ന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അഡോളസൻസ് എ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ നേച്ചർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ആൻഡ് മെഷർമെന്റ്സ് ഓഫ് ടൈംസ് ആൻഡ് മോഷൻ, ലൈഫ് പ്രോസസ് ഇൻ ആനിമൽസ്, ലൈഫ് പ്രോസസ് ഇൻ പ്ലാന്റ്സ്, ആൻഡ് ലൈറ്റ്, ഷാഡോസ് ആൻഡ് റിഫ്ലക്ഷൻസ്, എർത്ത്, മൂൺ ആൻഡ് ദ സൺ എന്ന് പറയുന്ന 12 ചാപ്റ്റേഴ്സ്. ഈ 12 ചാപ്റ്റേഴ്സ് വളരെ സിമ്പിളാണ്, ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, ബേസിക് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് അടിപൊളി ചാപ്റ്റേഴ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ചാപ്റ്റേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേണും വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് നമുക്ക് നമ്മളുടെ ബാച്ചിനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നമ്മുടെ സ്കൂളിൽ 7th സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പുതിയ ബാച്ചാണ് അസ്ത്ര എന്ന് പറയുന്ന ബാച്ച്. വളരെ എക്സ്ക്ലൂസീവ് ബാച്ചാണ്. നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് വെച്ചാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ചാപ്റ്റർ വൈസ് എക്സാംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ലീഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. ആൻഡ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് മെൻറ്റർ സപ്പോർട്ട്. ഓക്കെ, നിങ്ങളുടെ പഠന രീതി എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്സ് എങ്ങനെയൊക്കെ പഠിക്കണം, നിങ്ങൾ ഒരു ഫുൾ ഒരു 1 ഇയർ നിങ്ങളുടെ ആ ഒരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബാച്ച്, അസ്ത്ര എന്ന് പറയുന്ന ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻസിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റും അഡ്മിഷൻസും കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട് എന്ത് ചെയ്യാം? യെസ്, നമ്മളുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, യെസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ സ്ലോട്ടുകളൊക്കെ എടുക്കുക. ഓക്കെ, പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, യെസ്, ഇനി എന്താണ് നമുക്ക് ഈ ഒരു ഇയറിൽ പുതിയതായിട്ട് NCERT ആഡ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ്? കോമ്പീറ്റൻസി ബേസ്ഡ് ലേണിംഗ് ആണ്. ഫോക്കസ് ഓൺ അപ്ലിക്കേഷൻസ് ഓവർ മെമ്മറൈസേഷൻ. യെസ്, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ കൂടുതലും ഒരുപാട് പേര് പഠിക്കുന്നത് എങ്ങനെയാണ്? യെസ്, കാണാതെ പഠിക്കുകയല്ല, മെമ്മറി പവറാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഓരോരോ കാര്യങ്ങൾ എന്താണ് അവർ കാണാതെ പഠിക്കുക ചെയ്യുന്നത്. പക്ഷെ കാണാതെ പഠിക്കുന്നതിനെക്കാട്ടിയും മനസ്സിലാക്കി പഠിക്കുന്ന, അപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി പുതിയ NCERT ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കി പഠിക്കാനാണ് കൂടുതലും NCERT പോർഷൻസ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആൻഡ് ആക്ടിവിറ്റീസ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഇത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ഇൻക്വയറി ബേസ്ഡ് അപ്രോച്ചസ് അല്ലേ, നമുക്ക് ഒരുപാട് ഓരോരോ ടോപ്പിക്സുകൾ വായിക്കുമ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ആൻഡ് ആ ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സുമായിട്ട് എന്ത് ചെയ്യുക? ഷെയർ ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്ന, കൂടുതലും മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് NCERT ഇപ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹൗ ടു യൂസ് ദിസ് ടെക്സ്റ്റ് ബുക്ക് എഫക്റ്റീവ്ലി, നിങ്ങൾക്ക് എങ്ങനെ ഈ പുതിയ NCERT എഫക്റ്റീവ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും? റീഡ് വിത്ത് ക്യൂരിയോസിറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ പേര് തന്നെ എന്താണ്? ക്യൂരിയോസിറ്റി എന്നാണ്. ഓരോരോ പേജ് മറിക്കുമ്പോഴും നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം നമ്മുടെ മൈൻഡിൽ. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് പഠിക്കുക. യെസ്, നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും എക്സൈറ്റഡ് ആയിട്ട് സയൻസ് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ആ ഒരു പാറ്റേൺ തന്നെയാണ് പുതിയ NCERT കൂടുതലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഡു ഓൾ ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്പെരിമെന്റ്സ്. ഇത് എന്താണ്? നമ്മുടെ NCERT കാണുന്ന എല്ലാ ആക്ടിവിറ്റീസും എക്സ്പെരിമെന്റ്സുകളും എല്ലാം എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. ആൻഡ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ ആ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുക. ഓക്കെ, എക്സ്പെരിമെന്റ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കുക. എല്ലാം എന്ത് ചെയ്യുക? യെസ്, NCERT കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് കണക്ട് ടോപ്പിക് വിത്ത് ഡെയിലി ലൈഫ്. എന്താണ്? നമ്മുടെ ഡെയിലി ലൈഫ് സിനാരിയോസ്, നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന കാര്യങ്ങൾ, അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതലും റിലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? യെസ്, ഒന്നും കൂടി സിമ്പിളായിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, കോൺസെപ്റ്റിനെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? യെസ്, ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്ലോർ മോർ. എന്താണ്? ഡൗട്ട് തോന്നിയ അപ്പം തന്നെ നിങ്ങൾ ഫാക്കൽറ്റീസിനെ അപ്രോച്ച് ചെയ്യുക, അവരുടെ അടുത്ത് ഡൗട്ട് ക്ലിയർ ചെയ്യുക. ആൻഡ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെ ഒരു എന്താ പറയുക? യെസ്, വളരെ
അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട്, അടിപൊളിയായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റാണ് നമ്മുടെ NCERT. ഓക്കെ അല്ലേ? യെസ്. സോ അത്രയൊക്കെയാണ് നമ്മുടെ NCERTനെ പറ്റിയിട്ട് പറയാനുള്ളൂ. അടിപൊളി ടെക്സ്റ്റാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ടെക്സ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? യെസ്, NCERTയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എൻ്റെ ആ ടെക്സ്റ്റ് ബുക്കിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കി നോക്കുക. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ട്രസ്റ്റ് മീ, ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ എക്സ്പീരിയൻസ് ടു യു. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് എന്താണ് NCERT പുതിയൊരു അക്കാഡമിക് ഇയറിൽ എന്ത് ചെയ്യാണ്? നമുക്ക് ഗിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. മെമ്മറൈസേഷൻസിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിക്കാനാണ് നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺസ് ഒക്കെ എനേബിൾ ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേടാ മക്കളെ? അടിപൊളിയായിട്ട് കാണാം. ഓക്കെ, ഇനി അപ്കമിങ് ഡേയ്സിൽ നമ്മൾ ഇതിൻ്റെ ഓരോരോ ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ അതെല്ലാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, മറക്കരുത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇനി അപ്കമിങ് ഡേയ്സിൽ നമുക്ക് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ. ഓക്കെ, ഫൈൻ.